Bismillah, Alhamdulillah, Rabbil Alameen, wassalatu wassalamu ala Rasulillahil Amin, wa ala alihi wa sahbihi ajma'in. Rabbi shrah li sadri wa yassir li amri wa hlul uqdatan min lisani yafqahu qawli. Rabbana zidna ilma. Allahumma la sahla illa ma ja'altahu sahlan wa anta taj'alul hazna idha syi'ta sahla. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. السلام عليكم ورحمة الله وبركاته. അൽഹംദുലില്ലാ, ഇന്ന് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്ന ഇന്നലത്തെ ടോപ്പിക് തന്നെ ഇന്ന് കണ്ടിന്യൂ ചെയ്യുന്നത്. നമ്മൾ ഇന്നലെ സ്റ്റാർട്ട് ചെയ്തത് അഹ്കാമു നൂനിസാക്കിന വ തൻവീൻ അല്ലേ? നൂൻസാക്കിന തൻവീന്റെ നിയമങ്ങൾ. നൂൻസാക്കിന എന്താണെന്നുള്ളത് മനസ്സിലാക്കി, തൻവീൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ട്. എത്ര നിയമങ്ങളുണ്ട് നൂൻസാക്കിന ആൻഡ് തൻവീനിന്? 4 നിയമങ്ങളുണ്ട്. ഇദ്ഹാർ, ഇദ്ഗാം, ഇഖ്ഫ ആൻഡ് ഇഖ്ലാബ്. അതില് ഇദ്ഹാറും ഇദ്ഗാമും നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ നോക്കി. ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഇഖ്ലാബ് എന്ന് പറഞ്ഞുള്ള നിയമം കൊണ്ടാണ്. ഓക്കെ, സോ എന്താണ് ഇഖ്ലാബ്? ഇഖ്ലാബ് എന്നുള്ളത് കേട്ടിട്ടുണ്ടോ എല്ലാവരും? ഇഖ്ലാബ് എന്നാൽ എന്താണ്? ഇഖ്ലാബ് എന്ന് പറയുമ്പോൾ അത് കണക്ട് ചെയ്ത് നമ്മൾ പറയാവുന്ന ഒരു വാക്കാണ് ഖൽബ് അല്ലെ? ഖൽബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഖൽബിന്റെ ഇത് പറയുന്നത് മാറി മറിയുന്നതെന്നാണ് മീനിങ് പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെയാണ് ഇഖ്ലാബ്, മാറ്റിമറിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ എന്തിനെയാണ് നമ്മൾ മാറ്റിമറിക്കുന്നത്? നമ്മളുടെ മെയിൻ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ്? നൂൻ സാക്കിന ആൻഡ് തൻവീനാണ് അല്ലെ? ഈ നൂൻ സാക്കിനെ അല്ലെങ്കിൽ തൻവീനെയാണ് നമ്മളിവിടെ മാറ്റിമറിക്കുന്നത്. എന്തായിട്ടാണ് മാറ്റിമറിക്കുന്നത് നോക്കാം. ഓക്കെ, അപ്പൊ നൂൻ സാക്കിന അല്ലെങ്കിൽ തൻവീന് ശേഷം വരുന്ന അക്ഷരങ്ങൾ വെച്ചിട്ടാണല്ലോ ഇതിന്റെ നിയമങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ നൂൻ സാക്കിന അല്ലെങ്കിൽ തൻവീൻ എന്ന് പറയുമ്പോൾ ഫത്ഹ തൻവീൻ ആകാം, കസ്ര തൻവീൻ ആകാം, വമ്മ തൻവീൻ ആകാം, ഏതും ആകാം. ഓക്കെ, നൂൻ സാക്കിന അല്ലെങ്കിൽ തൻവീന് ശേഷം ബ എന്നുള്ളൊരു അക്ഷരം വന്നിട്ടുണ്ടെങ്കിൽ നൂൻ സാക്കിനയെ നമ്മൾ എന്താക്കി മാറ്റുന്നു? നൂനിന്റെ ശബ്ദത്തെ മീമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. മീമാക്കി മാറ്റി മറിച്ച് മണിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, മാറ്റി മറിച്ച് മണിക്കുക, അതാണ് ഇഖ്ലാബ് എന്ന് പറയുന്നത്. ഇവിടെ എന്തിനാണ് മാറ്റുന്നത്? നൂനിന്റെ ശബ്ദത്തെ മീമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഓക്കെ, മീമാക്കി മാറ്റി മറിച്ച് മണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇഖ്ലാബ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാറ്റി മറിക്കുക എന്നാണ് പറഞ്ഞു അല്ലെ? നൂനിന്റെ ശബ്ദത്തെ മാറ്റി മറിച്ച് മീമാക്കി മാറ്റി മറിച്ച് മണിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇഖ്ലാബിന്റെ അക്ഷരം ഏതാണ്? അപ്പോ ബ. ഇഖ്ലാബിന്റെ അക്ഷരം ബ. ഇഖ്ലാബ് എന്ന് പറഞ്ഞാൽ ഒരു വേർഡിലും സംഭവിക്കും, 2 വേർഡിലും സംഭവിക്കും. നമ്മൾ ഇദ്ഹാറും ഇദ്ഗാമും നോക്കുകയാണെങ്കിലും ഇദ്ഹാർ എപ്പോഴും ഒരു വേർഡിലും 2 വേർഡിലും സംഭവിക്കും. ഒരു വേർഡിനകത്തും നിങ്ങൾക്ക് ഇദ്ഹാർ കാണാൻ കഴിയും, 2 വേർഡ്സിലായിട്ടായിരിക്കും. ഒരു വേർഡിന്റെ എൻഡിങ്ങിൽ നൂൻ സാക്കിന വന്ന് അടുത്ത വേർഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഇദ്ഹാറിന്റെ അക്ഷരങ്ങൾ കാണാൻ കഴിയും. അതുപോലെ തന്നെ ഇദ്ഗാം എന്ന് പറയുമ്പോൾ അവിടെ 2 വേർഡിലും മാത്രമേ സംഭവിക്കൂ, ഒരു വേർഡിൽ സംഭവിക്കില്ല. ഓക്കെ, ഒരു വേർഡിനകത്ത് നിങ്ങൾക്ക് ഇദ്ഗാം കാണാൻ കഴിയില്ല, 2 വേർഡ്സിലായിട്ട് മാത്രമേ നിങ്ങൾക്ക് ഇദ്ഗാം കാണാൻ കഴിയൂ. ഇഖ്ലാബ് എന്ന് പറയുന്നതും ഒരു വേർഡിലും കാണാൻ കഴിയും, 2 വേർഡിലും കാണാൻ കഴിയും. ഓക്കെ, എന്തൊക്കെയാണ് ഇതിന്റെ എക്സാമ്പിൾസ് ജസ്റ്റ് ഒന്ന് നോക്കാം, എങ്ങനെയാണ് ഉച്ചരിക്കുന്നത് എന്നുള്ളത് നോക്കാം. ഓക്കെ, ഇൻഷാ അല്ലാഹ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ നൂൻസാക്കിന് ശേഷം ബ വന്നിട്ടുണ്ട്. അതിന് മേലെ, നൂനിന് മേലെ ഒരു മീം, താഴേക്ക് ടെയിലുള്ള ഒരു മീം കാണാൻ കഴിയുന്നുണ്ട്. മുസ്തഫിൽ നമുക്ക് ഇഖ്ലാബ് ആണെന്ന് സൂചിപ്പിക്കുന്ന ഇഖ്ലാബിന്റെ ചിഹ്നം റൂള് മനസ്സിലാക്കുന്നത് ഈ ഒരു മീം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇവിടെ ഇഖ്ലാബ് ആണ് സംഭവിക്കുന്നത്. കാരണം എന്താ? അവിടെ നൂനിന് പകരം മീമാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് ആ താഴേക്ക് ടെയിലുള്ള മീം. ശ്രദ്ധിക്കുക, താഴേക്ക് ടെയിലുള്ള മീം കൊടുത്തിരിക്കുന്നത്. സ്ട്രെയിറ്റ് ആയിട്ടുള്ള ടെയിലുള്ള മീം ഉണ്ട്, അത് വഖഫിന്റെ ഒരു അലാമാത്താണ് കേട്ടോ. ഇത് താഴേക്ക് ടെയിലുള്ള മീം ഇഖ്ലാബിനെ സൂചിപ്പിക്കുന്നതാണ് അവിടെ. അപ്പൊ അംബിയാ യസ്തംബിഖൂന ഫംബിദ്. ഇവിടെ എവിടെയെങ്കിലും നൂന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? ഇല്ലല്ലോ, മീമാണ് കേൾക്കുന്നത് അല്ലെ? അത് നൂന്റെ ശബ്ദം പിന്നെ കേൾക്കാൻ പാടില്ല. മീമാക്കിയിട്ട് എന്ത് ചെയ്യണം? മണിക്കുകയും കൂടെ വേണം. 2 ഹർക്കട്ടായും അവിടെ മണിക്കുകയും കൂടെ വേണം. ഓക്കെ, മീം ബനി ولكن بعدت لئن بسطت من بيننا. ഓക്കെ, ഇതാണ്, ഇങ്ങനെയാണ് ഇഖ്ലാബിന് നമ്മൾ ഉച്ചരിക്കുന്നത്. മീമാക്കി മാറ്റി, നൂനിന്റെ ശബ്ദം പിന്നെ അവിടെ കേൾക്കാൻ പാടില്ല.
മീമിന്റെ ശബ്ദമാണ് കേൾക്കാവുള്ളൂ. മീമാക്കി മാറ്റുന്നതിനോടൊപ്പം എന്താണ് സംഭവിക്കുന്നത്? അവിടെ മണിക്കം കൂടെ വേണം. ഓക്കെ, ഇൻഷാ അല്ലാഹ്. നൂന് സാക്കിന വ തൻവീൻ നിയമങ്ങളിലെ അവസാനത്തെ നിയമമാണ് നമ്മൾ നോക്കുന്നത്. ഇഖ്ഫ. ഇഖ്ഫ എന്ന് പറഞ്ഞാൽ എന്താണ്? ഖഫ, ഖിഫ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ഇഖ്ഫ എന്ന് പറഞ്ഞാൽ ഹൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ മറയ്ക്കുക എന്നൊക്കെയാണ് മീനിങ് വരുന്നത്. ഓക്കെ, വേർഡ് മീനിങ് അതിൻ്റെ അതാണ്. ഇനി എന്താണ് ഇഖ്ഫ എന്ന് പറയുന്നത്? നമ്മൾ നൂൻ സാക്കിന തൻവീന്റെ നിയമങ്ങളിൽ ഇഖ്ഫ എന്താണ്? ഇഖ്ഫ എന്ന് പറയുന്നത് നൂൻ സാക്കിന അല്ലെങ്കിൽ തൻവീന് ശേഷം ചില അക്ഷരങ്ങൾ വരുമ്പോൾ നൂനിന്റെ ശബ്ദത്തെ അവിടെ മറച്ച് മണിക്കുക. അതാണ് ഇഖ്ഫ എന്ന് പറയുന്നത് മെയിനായിട്ട്. ഓക്കെ, ഇപ്പൊ ഇഖ്ഫ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നൂൻ സാക്കിന അല്ലെങ്കിൽ തൻവീന് ശേഷം ചില കുറച്ച് അക്ഷരങ്ങൾ. അക്ഷരങ്ങൾ ഏതാണെന്ന് നമുക്ക് പറയാം. ആ അക്ഷരങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നൂനിന്റെ ശബ്ദത്തെ മറച്ച് മണിക്കുകയാണ് ചെയ്യുന്നത്. ഇഖ്ഫിന്റെ അക്ഷരങ്ങൾ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള ഇദ്ഹാറും ഇദ്ഗാമും ഇഖ്ലാബും. നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള ഇദ്ഹാറും ഇദ്ഗാമും ഇഖ്ലാബും, ഈ 3 നിയമങ്ങളുടെയും അക്ഷരങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇഖ്ഫാന്റെ അക്ഷരങ്ങൾ പിന്നെ പഠിക്കേണ്ട ആവശ്യമില്ല. ബാക്കിയെല്ലാം ഇഖ്ഫാന്റെ അക്ഷരങ്ങളാണ്. ഓക്കെ, അപ്പൊ ഇദ്ഹാറിന്റെ അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? ഹംസ, ഹ, ഐൻ, ഹ, ഗൈൻ, ഖ, 6 അക്ഷരങ്ങൾ. ഇദ്ഗാമിന്റെ അക്ഷരങ്ങൾ യർമലൂൻ. ഓക്കെ, യാ, റോ, മീം, ലാം, വാവ്, നൂൻ. ഇനി ഇഖ്ലാബിന്റെ അക്ഷരം ബ. ഈ അക്ഷരങ്ങൾ ഇത്രയും മാത്രം പഠിച്ചു കഴിഞ്ഞാൽ ഇഖ്ഫാന്റെ അക്ഷരങ്ങൾ പിന്നെ പ്രത്യേകമായിട്ട് പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. ഓക്കെ, അപ്പൊ ഇഖ്ഫിന് ബാക്കിയുള്ള അക്ഷരങ്ങളെല്ലാം ഇഖ്ഫിന്റെ ആണ്. ഇദ്ഹാറും ഇദ്ഗാമും ഇഖ്ലാബും ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഇഖ്ഫിന്റെ അക്ഷരങ്ങളാണ്. അത് എത്ര എണ്ണം ഉണ്ട്? 15 എണ്ണം ഉണ്ട്. ഓക്കെ, ഇഖ്ഫിന്റെ അക്ഷരങ്ങൾ 15 എണ്ണമാണ്. ഈ 15 അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? ത, സ, ജീം, ദാൽ, ദാൽ, സായ്, സീൻ, ഷീൻ, സ്വാദ്, ضاد, ത, വ, ഫ, ഖാഫ്, കാഫ്. ഓക്കെ, ഇത്രയും അക്ഷരങ്ങളാണ് ഇഖ്ഫിനുള്ളത്. ഈ 15 അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നൂൻ സാക്കിനയ്ക്കോ തൻവീനോ ശേഷം വന്നിട്ടുണ്ടെങ്കിൽ നൂനിന്റെ ശബ്ദത്തെ മറച്ച് മണിച്ച് പാരായണം ചെയ്യുക. അതാണ് ഇഖ്ഫ എന്ന് പറയുന്നത്. മറയ്ക്കുക എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ നൂനിന്റെ മഖ്റജിലേക്ക് നാവിന്റെ മഖ്റജ് ഏതാണെന്ന് അറിയാലോ, നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. നൂനിന്റെ മഖ്റജ് പഠിച്ചതാണ്. നൂനിന്റെ മഖ്റജിലേക്ക് നാവിന്റെ ടിപ്പ് ചെല്ലുന്നില്ല. നാവിന്റെ ടിപ്പ് എവിടെ ടച്ച് ചെയ്യേണ്ടത്? ഗംസിലാണ് ടച്ച് ചെയ്യേണ്ടത് അല്ലേ? ആ ഗംസിലേക്ക് നാവിന്റെ ടിപ്പ് ചെല്ലുന്നില്ല. ഓക്കെ, ടച്ച് ചെയ്യാൻ പാടില്ല. പകരം അത് ഹാങ്ങിങ് പൊസിഷനിലായിരിക്കണം. ഓക്കെ, ഹാങ് ചെയ്ത് നിർത്തണം. എന്നിട്ടാണ് മണിക്കേണ്ടത്. അപ്പൊ ഇതാണ് ഇഖ്ഫ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻഷാ അല്ലാഹ്. പിന്നെ ഇഖ്ഫാന്റെ അക്ഷരങ്ങൾ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും. നമ്മൾ മഖ്റജ് പഠിച്ച സമയത്ത് പറഞ്ഞിരുന്നു, ഹെവി ലെറ്റേഴ്സ് ആൻഡ് ലൈറ്റ് ലെറ്റേഴ്സ് രണ്ടും ഉണ്ട്. അറബി അക്ഷരങ്ങളിൽ ഹെവി ലെറ്റേഴ്സ് ഉണ്ട്, ലൈറ്റ് ലെറ്റേഴ്സ് ഉണ്ട്. ചില അക്ഷരങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ പറഞ്ഞിരുന്നു ഇത് ഭാരത്തോടു കൂടി ഉച്ചരിക്കണം, അല്ലെങ്കിൽ ഇത് ഹെവി ലെറ്റർ ആണ്, ഇതിന്റെ ബാക്ക് സൈഡ് ഉയർന്നിരിക്കുന്നുണ്ട് എന്നൊക്കെ പിക്ചർ കാണിച്ച് പറഞ്ഞു തന്നിരുന്നു അല്ലെ. അപ്പോൾ ഇതിനകത്ത് തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഇതിനകത്ത് ഏതൊക്കെയാണ് ഹെവി ലെറ്റേഴ്സ് ഉള്ളതെന്ന്. ഇതിനകത്ത് സ്വാദ് ഉണ്ട്, ദാദ്, തോ, വ ആൻഡ് ഖാഫ്. ഓക്കെ, ബാക്കി 2 ഹെവി ലെറ്റേഴ്സ് വരുന്നത് ത്രോട്ട് ലെറ്റേഴ്സിലാണ് വരുന്നത്, ഖായും ഗൈനും. ഓക്കെ, ബാക്കി ഈ 5 ഹെവി ലെറ്റേഴ്സ് ഇഖ്ഫയിൽ വരുന്നുണ്ട്. ടോട്ടൽ 7 പെർമനന്റ് ഹെവി ലെറ്റേഴ്സ് ആണ് ഉള്ളത് അറബിക് ആൽഫബറ്റ്സിൽ. 5 ഇഖ്ഫിന്റെ ആണ്. ഓക്കെ, ഇപ്പൊ ഇത് പറയാൻ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഖ്ഫിന്റെ അക്ഷരങ്ങൾ ഹെവി ലെറ്റേഴ്സ് ആൻഡ് ലൈറ്റ് ലെറ്റേഴ്സ് രണ്ടും ഉണ്ടെന്ന് പറഞ്ഞു. നൂൻ സാക്കിനയ്ക്കോ തൻവീനോ ശേഷം ഹെവി ആയിട്ടുള്ള ഒരു അക്ഷരമാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഗുന്ന ഒന്ന് ഹെവി ആകും. ഇനി നൂൻ സാക്കിനയ്ക്കോ തൻവീനോ ശേഷം ലൈറ്റ് ആയിട്ടുള്ള അക്ഷരമാണ് വരുന്നെങ്കിൽ ആ ഗുന്ന ലൈറ്റ് ആയിരിക്കും. അതാണ് വ്യത്യാസം. ഓക്കെ, അപ്പൊ അത് നമ്മൾ പാരായണം ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യം. ശേഷം ഒരു ഹെവി ലെറ്റർ ആണ് വരുന്നെങ്കിൽ ആ ഗുന്ന നമ്മൾ ആ ഹെവിനെസ് അക്ഷരത്തിന്റെ ഹെവിനെസ്സിനോടൊപ്പം ആ ഗുന്നയും കൂടി ഒന്ന് ഹെവി ആയിട്ട് വരും. ഓക്കെ, മണിക്കലും കൂടി ഒന്ന് ഹെവി ആയിട്ട് വരും. ഓക്കെ, മണിക്കേണ്ട ടൈമിങ് 2 ഹർക്കത്ത് ടൈം. അത് ഇദ്ഗാമിനാണെങ്കിലും ഇഖ്ലാബിനാണെങ്കിലും ഇഖ്ഫാക്കാണെങ്കിലും 2 കൗണ്ട് നമ്മൾ മണിക്കണം. 2 ഹർക്കത്ത് ടൈം കൊടുത്ത് മണിക്കണം. ഓക്കെ, പിന്നെ ഇഖ്ഫ നൂൻ സാക്കിന്റെ ഇഖ്ഫാക്ക് നമ്മൾ വിളിക്കുന്ന പേര് ഇഖ്ഫ ഹഖീഖി എന്നാണ് വിളിക്കുന്നത്. കാരണം നമ്മൾ അടുത്തത് ഇനി മീം സാക്കിന്റെ നിയമങ്ങൾ നോക്കുമ്പോൾ അതിനകത്തും ഇങ്ങനെ ഒരു നിയമങ്ങൾ വരുന്നുണ്ട്. അപ്പൊ നൂൻ സാക്കിന്റെ ഇഖ്ഫാന് പ്രത്യേകമായിട്ട് പറയുന്നത് ഇഖ്ഫ ഹഖീഖി എന്നാണ് പറയുന്നത്.
ഓക്കെ, ഇൻഷാ അല്ലാ. അപ്പോൾ നൂൺ സാക്കിൻ തൻവീൻ നിയമങ്ങൾ ഇത്രയാണുള്ളത്. ഇനി ഇതിന്റെ എക്സാമ്പിൾസ് കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ഇവിടെ ഓരോ അക്ഷരങ്ങൾ കാണാം നിങ്ങൾക്ക്. മൻസൂറ, ഓക്കെ, മൻസൂറ, തുൻസിർഹും, അൽഹിൻസി, അൻകാല, ഫഅൻജാഹു. പിന്നെ തൻവീന് ശേഷം നോക്കാം, അമലൻ സാലിഹ, ഓക്കെ, മലകുൻ കരീം, ഖൽഖൻ ജദീദ. ഓക്കെ, ലൈറ്റും ഹെവിയും മനസ്സിലായല്ലോ. ഹെവി ആയിട്ടുള്ള അക്ഷരങ്ങളാണ് നൂൺ സാക്കിനയ്ക്ക് ശേഷം വരുന്നതെന്ന്, അല്ലെങ്കിൽ തൻവീന് ശേഷം വരുന്നുണ്ടെങ്കിൽ ആ ഗുന്ന ഒന്ന് ഹെവി ആയി വരും. ഓക്കെ, ഇൻഷാ അല്ലാ. അപ്പൊ ഇത്രയാണ് നൂൺ സാക്കിൻ തൻവീൻ നിയമങ്ങൾ. എന്താണ് നൂൺ സാക്കിൻ എന്നുള്ളത് അറിയാം. നൂൺ സാക്കിൻ എന്നത് ഹറക്കത്തൊന്നും ഇല്ലാത്ത നൂനിനെ നമ്മൾ നൂൺ സാക്കിന എന്ന് പറയും. നൂൺ സാക്കിന ഇങ്ങനെയെല്ലാം മുസഫിൽ കാണുന്ന രീതികൾ ഇതെല്ലാമാണ്. തൻവീൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയതാണ്. എക്സ്ട്രാ ഒരു നൂൺ സാക്കിനെയാണ്, നൗൺസിന്റെ എൻഡിങ്ങിൽ ആഡ് ചെയ്യുന്ന ഒരു എക്സ്ട്രാ നൂൺ സാക്കിനെയാണത്. നമുക്കത് ഉച്ചാരണത്തിലുണ്ടാകും, എഴുത്തിലുണ്ടാകില്ല. പിന്നെ ഏതെല്ലാം രീതിയിലാണ്? ഡബിൾ ഫത്ഹയായിട്ട്, ഡബിൾ കസ്രയായിട്ട്, അല്ലെങ്കിൽ ഡബിൾ ദമ്മയായിട്ടാണ് തൻവീൻ നമ്മൾ കാണുന്നത്. തൻവീൻ കാണുന്ന രൂപങ്ങളാണ് ഇതെല്ലാം. ഓക്കെ, ഇനി എത്ര നിയമങ്ങളാണ് നൂൺ സാക്കിന തൻവീനുള്ളത്? ഇദ്ഹാർ, ഇദ്ഗാം, ഇഖ്ലാബ്, ഇഖ്ഫ. അതിൽ ഇദ്ഹാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇദ്ഹാർ എന്ന് പറഞ്ഞാൽ വ്യക്തമാക്കുക. എന്തിനാണ് വ്യക്തമാക്കുന്നത്? നൂനിന്റെ ശബ്ദത്തെ അവിടെ ക്ലിയർ ആക്കി പറയാണ്. മണിക്കാനോ മറയ്ക്കാനോ ഒന്നും പാടില്ല. അവിടെ ക്ലിയർ ആക്കി വ്യക്തമാക്കി നൂനിന്റെ ശബ്ദത്തെ പറയണം. ഓക്കെ, ഇദ്ഹാറിന്റെ അക്ഷരങ്ങൾ ഹംസഹ, ഐൻഹ, ഗൈൻഹ, തൊണ്ടയിൽ നിന്ന് വരുന്ന 6 അക്ഷരങ്ങളാണ് ഇദ്ഹാറിന്റെ അക്ഷരങ്ങൾ. അടുത്തത് ഇദ്ഗാം എന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേർക്കുക, ലയിപ്പിക്കുക എന്നൊക്കെയാണ് മീനിങ് വരുന്നത്. എന്തിനെയാണ് കൂട്ടിച്ചേർക്കുന്നത്? നൂനിന്റെ നൂനിനെ ഇദ്ഗാമിന്റെ അക്ഷരത്തിലേക്ക് ലയിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ പിന്നെ നൂനിന്റെ ശബ്ദം അവിടെ ഉണ്ടാകില്ല. പകരം ഇദ്ഗാമിന്റെ അക്ഷരങ്ങൾക്ക് നമുക്ക് ശ്രദ്ധയോടുകൂടിയാണ് കാണാം. ഓക്കെ, ഇദ്ഗാമിന്റെ അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? യർമലൂൻ, യാ, റോ, മീം, ലാം, വാവ്, നൂൻ. ഇതിൽ തന്നെ ഗുന്ന ഉള്ളതുകൊണ്ട് ഗുന്ന ഇല്ലാത്തതുകൊണ്ട് 2 തരം ഇദ്ഗാം ഉണ്ട്. ഇദ്ഗാം ബിഗുന്ന ആൻഡ് ഇദ്ഗാം ബിലാ ഗുന്ന. ബിഗുന്ന എന്ന് പറഞ്ഞാൽ മണിക്കലോട് കൂടിയുള്ള ലയിപ്പിക്കലും, ഇദ്ഗാം ബിലാ ഗുന്ന എന്ന് പറഞ്ഞാൽ മണിക്കാതെ ലയിപ്പിക്കുക. മണിക്കലോട് കൂടി ലയിപ്പിക്കുന്ന അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? നൂൺ സാക്കിനയ്ക്കോ അല്ലെങ്കിൽ തൻവീനോ ശേഷം യാ, നൂൻ, മീം, വാവ്, ഈ 4 അക്ഷരങ്ങൾ വന്നു കഴിഞ്ഞാൽ നൂനിന്റെ ശബ്ദത്തെ ഈ ഇദ്ഗാമിന്റെ അക്ഷരങ്ങളിലേക്ക് ലയിപ്പിച്ച് മണിച്ച് പാരായണം ചെയ്യണം. അവിടെ 2 ഹർക്ക ടൈമിംഗ് മണിക്കലിന് കൊടുക്കണം. ഇദ്ഗാം കംപ്ലീറ്റ് ആയിട്ടും ഇൻകംപ്ലീറ്റ് ആയിട്ടും നടക്കുന്നുണ്ട്. ഇവിടെ നൂനിലും മീമിലും ഉള്ളത് കംപ്ലീറ്റ് ഇദ്ഗാമും വാവിലും യായിലും ഉള്ളത് ഇൻകംപ്ലീറ്റ് ഇദ്ഗാമുമാണ്. അതുകൊണ്ട് തന്നെ നൂന്റെയും മീമിന്റെയും മേലെ നമുക്ക് ശ്രദ്ധ കാണാൻ കഴിയും. വാവിനും യാനും മേലെ ശ്രദ്ധ കാണാൻ കഴിയില്ല. അത് ശ്രദ്ധ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും അത് ഇദ്ഗാം ബിഗുന്ന, ഇദ്ഗാം തന്നെയാണ്. അവിടെ നമ്മൾ മണിക്കലോട് കൂടി ലയിപ്പിക്കുകയാണ് വേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ഇദ്ഗാം ബിലാ ഗുന്ന എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് അക്ഷരം? ബാക്കിയുള്ള 2 അക്ഷരങ്ങൾ ലാമും റുഹയും. അത് നൂൺ സാക്കിനയ്ക്കോ തൻവീനോ ശേഷം വന്നു കഴിഞ്ഞാൽ മണിക്കാതെ കൂട്ടിച്ചേർക്കുകയാണ് വേണ്ടത്. ഓക്കെ, പൂർണ്ണമായിട്ടും ലയിക്കും. ഇന്ന് നമ്മൾ നോക്കിയ ടോപ്പിക് ഇഖ്ലാബ്. ഇഖ്ലാബിന്റെ അക്ഷരം ബ. ബ എന്നുള്ള അക്ഷരം നൂൺ സാക്കിനയ്ക്കോ തൻവീനോ ശേഷം വന്നിട്ടുണ്ടെങ്കിൽ നൂനിന്റെ ശബ്ദത്തെ അവിടെ മീമാക്കി മാറ്റി മണിച്ച് പാരായണം ചെയ്യണം. മീമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് അവിടെ. പിന്നെ നൂനിന്റെ ശബ്ദം ഉണ്ടാവില്ല, മീമിന്റെ ശബ്ദമായിരിക്കും ഉണ്ടാകുക. ഇഖ്ലാബിന്റെ അക്ഷരം ബ. ഓക്കെ, ഇഖ്ഫ എന്ന് പറഞ്ഞാൽ ഈ ഇത്രയും അക്ഷരങ്ങൾ ഒഴിച്ച് ഇദ്ഹാർ, ഇദ്ഗാം, ഇഖ്ലാബ്, ബാക്കി ഇത്രയും അക്ഷരങ്ങൾ ഒഴിച്ച് ബാക്കിയെല്ലാം ഇഖ്ഫാന്റെ അക്ഷരങ്ങളാണ്. 15 എണ്ണം ഉണ്ട്. നൂൺ സാക്കിനയ്ക്കോ തൻവീനോ ശേഷം ഈ 15 അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് വന്നാൽ നൂനിന്റെ ശബ്ദത്തെ മറച്ച് മണിച്ച് പാരായണം ചെയ്യുക. അതാണ് ഇഖ്ഫ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം ഞാൻ നേരത്തെ പറയുന്നു നിങ്ങളോട്, ഇദ്ഹാർ എന്നാലും ഇഖ്ലാബ് എന്നാലും ഇഖ്ഫ എന്നാലും ഒരു വേർഡിലും 2 വേർഡിലും നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓക്കെ, ഒരു വേർഡിന്റെ അകത്തും നമുക്ക് കാണാം, 2 വേർഡിലായിട്ടും. അതായത് നൂൺ സാക്കിന് ശേഷം ഈ അക്ഷരങ്ങൾ വന്നത് നമുക്ക് ഒരു വേർഡിലും 2 വേർഡിലും കാണാൻ കഴിയും.
തൻവീന് ശേഷം വരുന്ന എപ്പോഴും 2 വേർഡിലേ കാണുള്ളൂ, കാരണം തൻവീൻ ഒരു വേർഡിന്റെ എൻഡിങ്ങിലായിരിക്കും എപ്പോഴും വരും. പക്ഷേ ഇദ്ഗാമിന്റെ കാര്യത്തിൽ ഇദ്ഗാം എന്ന് പറഞ്ഞാൽ എന്താണ്? 2 വേർഡിനകത്ത് മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ. ഓക്കെ, അത് നൂൺ സാക്കിന് ഒരു വേർഡിന്റെ എൻഡിങ്ങിലും അടുത്ത വേർഡിന്റെ സ്റ്റാർട്ടിങ്ങിലായിരിക്കും യർമലൂൻ എന്നുള്ള അക്ഷരങ്ങൾ കാണാൻ കഴിയുക. ഓക്കെ, പക്ഷേ ഖുർആനിലെ ചില വാക്കുകളുണ്ട്, ആ വാക്കുകളിൽ നൂൺ സാക്കിനയ്ക്ക് ശേഷം വാവയ്യ ഒറ്റ വേർഡിലായിട്ട് വന്നിട്ടുള്ള കുറച്ച് വാക്കുകളുണ്ട്. അതായത് നൂൺ സാക്കിനയ്ക്ക് ശേഷം വാവ് അല്ലെങ്കിൽ യ ഒരു വേർഡിനകത്ത് വന്നാൽ അവിടെ ഇദ്ഗാം അല്ല ചെയ്യുക, മറിച്ച് ഇദ്ഹാറാണ് ചെയ്യുന്നത്, വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത്. അവിടെ ഇദ്ഗാം ചെയ്യാൻ പാടില്ല. കാരണം ഇദ്ഗാം എന്ന് പറഞ്ഞാൽ 2 വേർഡിനകത്ത് മാത്രമേ സംഭവിക്കൂ, ഒരു വേർഡിനകത്ത് സംഭവിക്കില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ വന്നിട്ടുള്ള 4 വേർഡ്സ് ആണിത്. ഖിൻവാനുൻ, സ്വിൻവാനുൻ, ബുനിയാനൻ ആൻഡ് അദ്ദുന്യ. ഈ 4 വാക്കുകൾ മാത്രമാണ് ഖുർആനിലുള്ളത് കേട്ടോ. ഈ ഇദ്ഹാറിന് പറയുന്ന പേരാണ് ഇദ്ഹാർ മുത്തലഖ്. ഓക്കെ, അപ്പം ഇത്രയാണ് നമുക്ക് നൂൺ സാക്കിൻ തൻവീൻ നിയമങ്ങളിൽ പഠിക്കാനുള്ളത്. ഇൻഷാ അല്ലാ നെക്സ്റ്റ് ടോപ്പിക്കായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വരാം. ഓക്കെ, ഇൻഷാ അല്ലാ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 يا أرحم الراحمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.